നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 102 102. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 102. പ്രഥമസ്കന്ധത്തിൽ 9-ാം അധ്യായം 43-ാമത്തെ ശ്ലോകമാണ് ഇനി പറയേണ്ടത്. ക്ഷിതിഭരവരോജ്പിതും കുരുണാം സ്വസന ഇവാസജദക്ഷവസമ്പന്നിം തം ഇമം അഹം അനുവ്രതാർത്തിഹാംഗ്രീം ഹൃദി പരിരഭ്യ ജിഹാമി മർത്യനീഢം. വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ അർത്ഥം കിട്ടും. ക്ഷിതിഭരമവരോപിതം പിതും കുരുണാം സ്വസന ഇവാസൃജദക്ഷവംശവന്നീം തം ഇമം അഹം അനുവ്രതാർത്തിഹാംഗ്രീം ഹൃദി പരിരഭ്യ ജിഹാമി മർത്യനീഢം. ഭൂമിഭാരത്തെ ഇല്ലാതാക്കുവാൻ ഗുരുക്കളുടെ ഇടയിൽ വായുവെന്ന പോലെ ചൂതുകളിയാകുന്ന വംശാഗ്നിയെ സൃഷ്ടിച്ച് ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന പാദങ്ങളോടുകൂടിയ ഇവനെ ഹൃദയത്തിൽ ആലിംഗനം ചെയ്തിട്ട് ശരീരപഞ്ചരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇതാരുടെ പ്രസ്താവനയാണ്? ഭീഷ്മരുടെ പ്രസ്താവനയാണ്. ഇതാണ് പുരാണങ്ങളിലുള്ള വേദാന്ത സത്യം. ഭഗവാൻ എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു? ഹൃദയത്തിലെന്ന് പറഞ്ഞു. ആര് ശ്രദ്ധിച്ചു? ആരെ എംഫസൈസ് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ അടുത്ത് ഇന്നേ വരെ ആരെങ്കിലും അങ്ങനെ എംഫസൈസ് ചെയ്ത് പറഞ്ഞു? നിങ്ങൾ സ്റ്റേജിലുള്ള ഫോട്ടോനെ അല്ല എന്താണെന്നാ പറയുക, നിവർന്ന് ചെരിഞ്ഞ് നോക്കേണ്ടത്. ഈ സപ്താഹയജ്ഞ വേദിയിൽ ഗോവിന്ദ പട്ടാഭിഷേകം നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചമ്പ്രം മണിഞ്ഞ് കയ്യ രണ്ടും മടിയിൽ വെച്ച് അല്ലെങ്കിൽ തൊഴുകൈകളോടുകൂടി അവരവരുടെ ഹൃദയപത്മത്തിൽ ശ്രീകൃഷ്ണ വിഗ്രഹം, അവരവരുടെ ജീവൻ ബ്രഹ്മാണ്, ശ്രീകൃഷ്ണനാണ്. അവിടെയാണ് ഈ ഗോവിന്ദ പട്ടാഭിഷേകം നടക്കണത് എന്ന് ഇതേവരെ നിങ്ങൾ സങ്കല്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാം. നിങ്ങൾ സങ്കല്പിക്കണം എന്ന നിങ്ങൾക്ക് ഗുണം. ഭീഷ്മരുടെ വാക്കുകൾ നമ്മൾ വാങ്ങണം. ഭക്തിയാണത്. അപ്പോൾ ഹൃദയത്തിൽ ആലിംഗനം ചെയ്തിട്ട് ഗുരുവായൂരമ്പലത്തിലത്തെ വിഗ്രഹം നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല. അവരവരുടെ ഹൃദയപത്മൽ നിവസിക്കുന്ന ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭരതശത്രുഘ്നന്മാരെയും എന്ന് വേണ്ട, ഏതെല്ലാം സത്കഥാപാത്രങ്ങളുണ്ടോ അവരെ മനസ്സിൽ വെച്ച് നമുക്ക് ആലിംഗനം ചെയ്യാം. ആ അനന്തകൂടി നമസ്കാരം ലോകം മുഴുവൻ ആ പാതാരവിന്ദത്തിൽ വെച്ച് അടിയനെ രക്ഷിക്കണേ എന്ന് പറയാം. ഈ ട്രിക്ക് മനസ്സിലാവാതെ കണ്ട് നമ്മൾ ആഴമുള്ള കായത്തിൽ നീന്താൻ അറിയാതെ കണ്ട് വിഷമിക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് ഭാവാർത്ഥം പറയാം, ശ്രദ്ധിച്ചോളൂ. ഭൂമിഭാരം തീർക്കാൻ അവതരിച്ച യാതൊരുവൻ അതിനുപായമായിട്ട് കുരുപാണ്ഡവന്മാർക്ക് തമ്മിൽ ചൂതുകളിയുണ്ടാക്കി വായുമുളകളെ തമ്മിൽ ഉരസിപ്പിച്ചിട്ട് കാറ്റത്തെ മുളകൾ പരസ്പരം ഉരസി അഗ്നി ഉണ്ടാകുന്ന പോലെ
അതിൽ നിന്നുണ്ടാകുന്ന അഗ്നി അവയെ ദഹിപ്പിക്കുന്നത് പോലെ മുളങ്കൂട്ടത്തിന് മുഴുവൻ ദഹിപ്പിക്കുന്നത് ദഹിപ്പിക്കുന്ന പോലെ ആ ചൂതുകളി ആ വംശത്തെ നശിപ്പിക്കുന്ന അഗ്നിയായി ഭവിച്ച് ആരുടെ ഇച്ഛയാലാണോ പണിമുട്ടി ആരുടെ ഇച്ഛയാലാണോ ഭക്തിപരിതാപം തീർക്കുന്ന ഭക്തപരിതാപം ഭക്തന്മാരുടെ പരിതാപങ്ങളെ ഇല്ലായ്മ ചെയ്തതാണ് കൃഷ്ണഭക്തി. ഭക്തന്മാരുടെ പരിതാപങ്ങൾ അത് പോരാ ഇത് പോരാ എന്ന താപങ്ങളെ ചൂടുകളെ ഇല്ലാണ്ട് തീർക്കുന്ന പാദപത്മത്തോടു കൂടിയ ഈ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നത്തിങ് എൽസ്. ഞാൻ ഇന്ന് ഇത് പറഞ്ഞു തീർത്തിട്ടൊരു കാര്യം പറയാം. ഞാൻ ഈ മർത്യശരീരമാകുന്ന കൂടിനെ വിട്ടിതാ പോകുന്നു. വളരെ സമയോചിതമായ ഈ ശ്ലോകം ചില പാഠങ്ങളിൽ കാണുന്നില്ല. അത് അദ്ദേഹം ഇന്ന് എനിക്ക് ഒരു ഫോൺ വിളി ഒരു 12:30 മണിക്ക്, എന്താ ഓങ്ങല്ലൂർ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊരു സപ്താഹം വേണം. ഞാൻ പറഞ്ഞു നോ. കാരണം എന്താ വിചാരിച്ചാൽ സപ്താഹം ഞാൻ കൊറോണ കാലം കഴിഞ്ഞോടുകൂടി അറ്റ് ഇറ്റ്സ് പീക്ക് ഏപ്രിൽ മെയിൽ 5 പരിപാടികളുള്ളപ്പോൾ ഞാൻ സോറി പറഞ്ഞു. ഇനി ഞാൻ പബ്ലിക്കായിട്ട് ആചാരനായിട്ട് പോകുന്നില്ല. അതിൻ്റെ ശേഷമാണ് ഞാൻ കുറേ കൂടി സീരിയസ് ആയിട്ട് മൂലം ഭാഗവതം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം ഈ രീതിയിൽ ഭാഗവതം പറഞ്ഞാൽ കൂടെയുള്ളവർക്ക് ഇപ്പോൾ തന്നെ അവർ പ്രൊസഷനുള്ള വേഷ്ടി മുണ്ടൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനൊരു ബ്ലൗസ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്ലൗസിൻ്റെ ആവശ്യം വരിക, യൂണിഫോം ആവശ്യം വരിക രുക്മിണി സ്വയംവരത്തിന്. പരമേശ്വരല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ രുക്മിണി സ്വയംവരത്തിന്, അത് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു പ്രൊസഷൻ ഉണ്ട് ഊരിച്ചുട്ടിൽ ചണ്ടമകളൊക്കെ ആയിട്ട്. ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയുക. പിന്നെ ഞാൻ എങ്ങനെയാണ് ആചാര്യനാവുക? എനിക്കിപ്പോൾ ഈ യൂട്യൂബിൽ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ സത്യത്തിന് എനിക്ക് വിളിച്ചു പറയാം. 10 ആളുടെ നിന്ന് കാശ് വാങ്ങിയിട്ട് നമ്മൾ സപ്താഹം ചെയ്യുമ്പോൾ പറയാൻ പറ്റില്ല. ആൾക്കാർക്ക് വിഷമം തോന്നും. എന്താ നല്ലത്? കീപ് ക്വയറ്റ്. എങ്ങനെ ഉടനെ ഇല്ല, ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്, ഇനി ഞാൻ ആ തീരുമാനം മാറ്റണില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഏട്ടൻ തന്നെ ഫോൺ ചെയ്തത്. ഇങ്ങനെയൊക്കെ ഒരു ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ തൻ്റെ അഭിപ്രായം? അപ്പം ഞാൻ ഇപ്പോഴും പറയണു ധൈര്യമായിട്ട് പറഞ്ഞു, തെങ്ങിൻ്റെ മുകളിൽ മയക്ക് വെച്ച് പറയേണ്ടതല്ല. അത് അക്രോസ് ദി ടേബിൾ കേൾക്കണം എന്നുള്ള ധാരണയോടുകൂടി ഗ്രന്ഥം ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവർ വേണം കേൾക്കാൻ. അല്ലാത്തവരെന്ത് ചെയ്യണം? ഭാഗവതം വാങ്ങി കിളിപ്പാട്ടോ സുബ്രഹ്മണ്യൻ തിരുമുവിൻ്റെ അല്ലെങ്കിൽ മുഴങ്ങോട്ടുകുള കൃഷ്ണപിള്ളയുടെ മലയാളത്തിൽ അത് വായിച്ച് പഠിക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ ആഖ്യാനം ഇതേപോലെ വായിച്ച് പഠിച്ചിട്ടുണ്ടാവണം. അല്ലാതെ കൊണ്ട് ഈ പഠിക്കില്ല. അപ്പോൾ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്യണം. എവിടെ എത്തി നോക്കേണ്ട ആവശ്യമില്ല. എവിടെ എത്തിയിട്ടില്ലെങ്കിലും വിഷമിക്കാനും പാടില്ല. അയ്യോ അമ്മയ്ക്ക് വയ്യല്ലോ, എങ്ങനെയൊക്കെ സപ്താഹത്തിന് പോവാതെ കൊണ്ട് കഴിയണം. കാരണം അമ്മ മാതൃദേവോ ഭവ, അത് കഴിഞ്ഞിട്ടേ ആചാര്യദേവോ ഭവ വരുന്നുള്ളൂ. അമ്മയിലും അച്ഛനിലും ഈശ്വരീയത കാണാത്തവർ എവിടെ ഈശ്വരീയത അനുഭവിക്കുക? പിന്നെ തനിക്ക് ജന്മം തന്ന് തന്നെ എല്ലാ ബാലപീഠകളിൽ നിന്നും സംരക്ഷിച്ച് കൈ പിടിച്ച് നടത്താറാക്കിയിട്ടുള്ള അച്ഛനമ്മമാരെ ദുഃഖിപ്പിച്ചും കൊണ്ട് നമ്മൾ സപ്താഹത്തിന് പോയിട്ട് കാര്യമില്ല. ഒരിക്കലും ചെയ്യരുത്. ആ മഹാഭാവം ചെയ്യരുത് നിങ്ങളാരും. സൂതാ ഉവാച. അടുത്തത് 44-ാമത്തെ ശ്ലോകം. കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ് ദൃഷ്ടിവൃത്തിഭി ആത്മന്യ ആത്മാനാം ആവേശ്യ സ അന്തശ്വാസ ഉപാരമത്. അന്തശ്വാസ ഉപാരമത്. അദ്ദേഹം സമാധിയായി. ആരെ?
ഭീഷ്മർ. കൃഷ്ണയേവം ഭഗവതി മനോവാദൃഷ്ടിവൃത്തിഭി ആത്മാനം ആവേശ്യ സ അന്തശ്വാസ ഉപാരമത്. അതിൻ്റെ അർത്ഥം പറഞ്ഞത്, ഇപ്രകാരം മനസ്സ്, വാക്ക്, ദൃഷ്ടി ഇവയുടെ വ്യാപാരങ്ങളോടുകൂടെ ആത്മാവും ഭഗവാനുമായ കൃഷ്ണനിൽ ആത്മാവിനെ പ്രവേശിപ്പിച്ചിട്ട് ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ശ്വാസത്തോടുകൂടിയ അവൻ ഉപരമിച്ചു. ഫിനിഷ്. സൂതം പറയണു, ഇങ്ങനെ മനസ്സുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചും വാക്കുകൾ കൊണ്ട് ഭക്തവാത്സല്യാദി ഗുണങ്ങളെ സ്തുതിച്ചും കണ്ണുകൾ കൊണ്ട് ദിവ്യമംഗളസ്വരൂപത്തെ കണ്ടും കൊണ്ട് എവിടെ കാണണം? മനസ്സിലാണ് കാണേണ്ടതേ. അല്ല പുറത്തുള്ള ബിംബങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. അതിനെ നമ്മൾക്ക് പകർത്താൻ സാധിക്കണം. ഗുരുവായൂരിൽ എത്രയോ പ്രാവശ്യം പോയി ആ മോഹന രൂപത്തെ ഉള്ളിൽ പ്രതിഷ്ഠിക്കണം. എന്നിട്ട് അവരവരുടെ ബെഡ്റൂമിലോ പൂജാമുറിയിലോ, എന്താ ബെഡ്റൂമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്, കിടക്കുമ്പോൾ ചമ്പ്രം പണിഞ്ഞ് ഭഗവാനെ ധ്യാനിച്ചിട്ട് വേണം കിടക്കാൻ. നീട്ടാൽ ആ ഭഗവാനെ മനസ്സിൽ കണ്ട് നമസ്കരിച്ചിട്ട് വേണം നീക്കാൻ. അപ്പോൾ ഇങ്ങനെ മനസ്സുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചും വാക്കുകൾ കൊണ്ട് ഭക്തവാത്സല്യാദി ഗുണങ്ങളെ സ്തുതിച്ചും കണ്ണുകൾ കൊണ്ട് ദിവ്യമംഗളസ്വരൂപത്തെ കണ്ടും കൊണ്ട് സർവാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ ആത്മാവിനെ പ്രവേശിപ്പിച്ചു. ശ്വാസം ഉള്ളിൽ തന്നെ അടക്കി ഭീഷ്മർ ഉപരമിക്കുകയും ചെയ്തു. അടുത്ത ശ്ലോകം 45. സമ്പദ്യമാനമാജ്ഞായാം ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവുസ്തേ തൂഷ്ണീം വയാംസി ഇവ ദീനാത്യയേ. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവുസ്തേ തൂഷ്ണീം വയാംസി ഇവ ദീനാത്യയേ. ഭീഷ്മരെ ഉപാധിരഹിതമായ ബ്രഹ്മത്തിൽ ചേർന്നവനായിട്ട്, ഭീഷ്മരെ ഉപാധിരഹിതം എന്ന് പറഞ്ഞാൽ എന്താ? ജനന മരണങ്ങളില്ലാതെ എന്നുള്ളത്. ഉപാധിയില്ല, ഇനി ജനിക്കണം എന്നില്ല. ഉപാധിരഹിതം. എന്നെ സമ്പന്ന കുടുംബത്തിൽ ജയിപ്പിക്കണം, സിൽവർ സ്പൂൺ ഇൻ ദി മൗത്ത്, നത്തിങ്. ഉപാധിരഹിതമായ ബ്രഹ്മത്തിൽ ചേർന്നവനായിട്ട് അറിഞ്ഞിട്ട് സർവാന്മാരായ അവർ എല്ലാവരും ദിവസാവസാനത്തിൽ പക്ഷികളെന്ന പോലെ ശബ്ദിക്കാതിരുന്നു. പ്രകൃതി ദിവസാവസാനത്തിൽ, ഞാനൊക്കെ ഈ ഭാരതപ്പുഴ വക്കിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ പാലം വരേണ്ട മുമ്പത്തെ കഥ ഞാൻ പറഞ്ഞത്, പട്ടാമ്പി കോസ്വേ വരണേൻ്റെ മുമ്പേ കണ്ണെത്താത്ത അത്ര വലിയ ഒരു ഹാഫ് ചന്ദ്രക്കല എങ്ങനെ ഉണ്ടാവും? വലിയ ഒരു ഹാഫ് ചന്ദ്രക്കല. അപ്പം ഞാങ്ങാട്ടി കടവത്തുനിന്ന് പട്ടാമ്പി കടവത്ത് പുഴ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ചേരിഞ്ഞ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ കടവക്കൂടെ കുറച്ച് ദൂരം ഇങ്ങനെ പോയി അവിടെ പെരുമുടി ഒരു റോട്ട് കമ്പനി ഉണ്ട്. അവിടുന്ന് നേരെ കണ്ണന്നൂർക്ക് അങ്ങോട്ട് ചെരിയ ചെയ്തത്. വലിയൊരു ചന്ദ്രക്കല പോലെ. അത്രയും വലിയ മണൽത്തിട്ടേ കാണാം. ലക്ഷക്കണക്കിന് കാക്കകൾ വന്നിരുന്നൊരു കാലമുണ്ട്. കാക്കൂന്ന് കൊണ്ട് പല സ്ഥലത്തുനിന്നും വരും അവർ. വന്നങ്ങോട്ട് ഇരുന്നാൽ കുറേ കഴിഞ്ഞാൽ ഒരു മൗനപ്രാർത്ഥന ഉണ്ട് അവർക്ക്. അത് കഴിഞ്ഞാൽ അവരവരുടെ കൂടുകളിലേക്ക് പോവാം. ഐ തിങ്ക് ഒരു 9 വയസ്സിൻ്റെ മുമ്പത്തെ കഥ ഞാൻ പറഞ്ഞത്. പ്രമോഷല്ലേ? സത്യം പറയട്ടെ, ആ പട്ടാമ്പി ആ ക്ഷേത്രത്തിൽ, ഒങ്ങലൂരാണ് ഞങ്ങളുടെ സ്വദേശം, അമ്മയുടെ വീട്. ഞങ്ങളെനിക്ക് പ്രസവിച്ചാൽ 56 കഴിഞ്ഞാൽ കുട്ടിയായിട്ട് അമ്മ ഇങ്ങോട്ട് വരും. പിന്നെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ മാസം മുറ തുടങ്ങിയ പൂവും പിന്നെ അവിടെ 4 ദിവസം അമ്മമ്മയുടെ മുത്തശ്ശർ അവിടെ താമസിച്ച് കുളിച്ചിട്ടാണ് വരിക. 21.5 വയസ്സ് വരെ, 21 വയസ്സ് കഴിഞ്ഞു. അത് 73 ജൂൺ 13 ആ
പടിഞ്ഞാറേമഠം ദേവസ്വം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിഷിപ്പ് ഞാൻ ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡിന് സറണ്ടർ ചെയ്യാണ്. അന്ന് ഞാൻ ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിക്കാൻ പറ്റില്ല. ആരും സ്വന്തം 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 എന്ന് വിചാരിച്ച് ഇരുന്നത് ഒരു സുദിനത്തിൽ നമ്മൾ ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്ത് പുറത്തേക്ക് വരികയാണ്. ആലോചിച്ച് നോക്കുക. നമ്മളാരുമല്ല, സാധാരണക്കാരനാണ്. പിന്നെ പക്ഷേ ആ ഭഗവാൻ ഞങ്ങളുടെ ഒപ്പമുണ്ട്, ഞങ്ങളുടെ ഒപ്പമുണ്ട്, ഞങ്ങളുടെ ഒപ്പമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഒപ്പമുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ഒപ്പമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളെ പുഷ്പം 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 പോലെ ഭഗവാൻ കൈകൊണ്ട് രാവണൻ ഈ ഹിമാലയ പർവ്വതം എടുത്ത് അമ്മാനാടിയെന്നാണ് പറഞ്ഞത്. അതേമാതിരി ഈ രാജഗോപാലൻ എന്നുള്ള പേരെന്നെ ഭഗവാന്റെ പേരാണ്. ഗോപാലന്മാരുടെ രാജാവ് എന്നാണ് അർത്ഥം വരാം. ഗോ എന്ന ശബ്ദത്തിന് അർത്ഥം പറയുന്നതാ? ഗോ എന്നുള്ളതിന് പശു, അത് സാമാന്യ അർത്ഥം. വിശേഷ അർത്ഥം ജ്ഞാനവാൻ. അതാണ് ഗോവിന്ദ പട്ടാഭിഷേകം എപ്പോഴാണ് നടത്തിയത്? ഭഗവാന്റെ അറിവിനെ സംശയിച്ചു അല്ലേ ഇന്ദ്രൻ. അപ്പോൾ ദേവന്മാരുടെ ദേവനായിരിക്കുന്ന ഇന്ദ്രൻ സംശയിച്ച് ഈ 7 വയസ്സായ കുട്ടി ഗോവർദ്ധന ഉദ്ധാരണം ചെയ്യുന്നൊന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. അപ്പോഴാണ് എന്താ പറയുക, നാൽക്കൊമ്പനാന അതിൻ്റെ തുമ്പിക്കൈയിൽ വെളുത്തിട്ടുള്ള തുമ്പിക്കൈയിൽ ആകാശഗംഗ കൊണ്ടുവന്ന് ഭഗവാനെ അഭിഷേകം ചെയ്യണം. പിന്നെ എല്ലാ പശുക്കളുടെയും അമ്മയാണ് കാമധേനു. ആ കാമധേനു വന്നിട്ട് ഭഗവാന് പട്ടാഭിഷേകം ചെയ്തിട്ട് ഇന്ന് മുതൽ അങ്ങ് ഗോവിന്ദൻ എന്നുള്ള പേരാൽ അറിയപ്പെടുന്നു. അപ്പം ഇതൊക്കെ ആസ്വദിക്കാൻ നമ്മൾക്ക് ഭഗവാൻ ഒരു അവസരം തന്നില്ലേ? ആലോചിച്ച് നോക്കൂ. അന്ന് ഉപാസിച്ചതിൻ്റെ എത്ര മേലെയാണ്. ഒരു 3000 പ്രഭാഷണം യൂട്യൂബിലുണ്ടെന്ന് പറയുമ്പോൾ എനിക്കുള്ളൊരു അഭിമാനം. അത് സിൻസിയറായിട്ടാണ്. അത് ആൾക്കാർ ഏറ്റെടുക്കണില്ല എന്നുള്ളത് വേറെ കാര്യം. അതെനിക്ക് പ്രശ്നമില്ല. എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്ന സംഹിതകളിൽ ഭഗവാൻ എനിക്ക് എബവ് ശരാശരി ഒരു പരിജ്ഞാനം തന്ന് ഇതിൽ നിന്ന് ഇറങ്ങാണ്ട് നോക്കണുണ്ട് അല്ലേ? അതാണ് ഇപ്പോൾ അവസാനം ഇത് തന്നത്, ഈ ഭാഗവതം മൂലം പറയാൻ തന്നത് ശ്രീകൃഷ്ണ കഥാമൃതം. ഐ ആം ദി ബ്ലെസ്ഡ്. ഞാൻ അത്ര പറയുള്ളൂ, എനിക്ക് വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? മനസ്സിലാണ് ഈശ്വരനെ ഭജിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരണം. എന്താ അത്? ഇന്ന് വിളക്ക് വെച്ചില്ല, വേണ്ട. എണ്ണയും തിരിയും ഒഴിക്കാത്തൊരു ദീപം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കണില്ലേ? അതല്ലേ ബ്രഹ്മജ്യോതിസ്? ആ ബ്രഹ്മജ്യോതിസ് തന്നെയല്ലേ ശിവൻ? ആ ബ്രഹ്മജ്യോതിസ് അല്ലേ പിന്നെ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ഹനുമാൻ, വാട്ട് നോട്ട്. അപ്പോൾ സർവാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ ആത്മാവിനെ പ്രവേശിപ്പിച്ചു, ശ്വാസം ഉള്ളിൽ തന്നെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അതിൻ്റെ മറ്റതും കൂടി 45 കൂടി പറഞ്ഞു. അതായത് പിന്നെ ശബ്ദിക്കാതെ ഇരുന്നു. അപ്പോഴാണ് ഈ പട്ടാമ്പി പുഴയിലത്തെ കാര്യമൊക്കെ ഓർമ്മ വന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഭീഷ്മർ നിർഗുണ ബ്രഹ്മത്തിൽ ലയിച്ചു എന്നറിഞ്ഞ് എവിടെ ചേർന്നത്? നിർഗുണ ബ്രഹ്മം. അപ്പോൾ ഈശ്വരൻ ആരാ? നിർഗുണ ബ്രഹ്മം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം ഏതാ? നിർഗുണ ബ്രഹ്മം. പക്ഷേ നിർഗുണ ബ്രഹ്മം എന്ന് വായോണ്ട് പറഞ്ഞുകൊണ്ട് അയ്യോ ഇല്ല, ആകാരമില്ലാത്തതാണ് എന്നും നിലനിൽക്കുന്നവനാണെന്നുള്ളൊരു ബോധം ഇത് കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യണം? മെല്ലെ മെല്ലെ സഗുണത്തിൽ നിന്ന് നമ്മൾക്ക് പിരിയാൻ സാധിക്കണം. ഈ ദീപാരാധനയും ഈ ദശാവതാര ചാർത്തും അതുകൊണ്ട് കാര്യമായില്ല. ഹൃദ്യസ്ഥനായിരിക്കുന്ന
നിർമ്മല ജ്ഞാനബ്രഹ്മം അല്ലേ, നിരാകാരനാണ്, അതറിയണം. അപ്പോൾ നിർഗുണ ബ്രഹ്മത്തിൽ ലയിച്ചുവെന്നറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അപ്പോൾ രാത്രികാലത്തിൽ പക്ഷികൾ എന്ന പോലെ നിശബ്ദമായിരുന്നു. സമീപസ്ഥന്മാരെല്ലാം ഭീഷ്മർക്കുണ്ടായ പരമശാന്തിക്ക് അധീനന്മാരായി ഭവിച്ചു. പരമശാന്തി എപ്പോഴാ? ഈശ്വരനെ ധ്യാനിക്കുമ്പോൾ. വ്യസനം, ആശ്ചര്യം, ആനന്ദം എന്നീ ഭാവങ്ങൾ നിമിത്തം എല്ലാവരും മൗനം പൂണ്ടിരുന്നു. വ്യസനം, ആശ്ചര്യം, ആനന്ദം. അപ്പോൾ ഈ വ്യസനവും ആനന്ദവും എങ്ങനെ ഒപ്പുണ്ടാവുക? ഉണ്ടാവും. അവനവൻ്റെ തെറ്റ് ആണ് വ്യസനം, ആ തെറ്റിനെ തിരുത്തിയാൽ ആനന്ദമായി. നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ശ്രീകൃഷ്ണൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയ കൃഷ്ണനാണ്, അല്ലെങ്കിൽ ശിലയിലുള്ളതാണ് എന്നുള്ളത് അജ്ഞാനം. അതാണ് ഇവിടെ ഏത്? വ്യസനം. നിങ്ങൾക്കല്ല, എനിക്ക്. ഇത് കേൾക്കുന്ന ആൾക്കാരെ ഇപ്പോഴും രാമായണം 6 പ്രാവശ്യം വായിച്ചിട്ട് രാമനൊക്കെ സീത എപ്പോഴേ ചോദിച്ചപ്പോൾ പറഞ്ഞത്ര നേരെ പെങ്ങളല്ലേ ചോദിച്ചു അത്രേ. അങ്ങനെ അവരുത്. ഭാഗവതം 100 എപ്പിസോഡ് നിങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് കേട്ടു. ഇന്നത്തെങ്കിലും നിങ്ങൾക്ക് നിരാകാരത്തിലാണ് ഈശ്വര ചൈതന്യം, അദ്വൈതമാണ് നമ്മുടെ സിദ്ധാന്തം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതമല്ലാത്തത്, രണ്ട് എന്നില്ലാത്തത്. ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള ദ്വൈതാവസ്ഥയെ തിരസ്കരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ 101ാമത്തെ എപ്പിസോഡ് കേൾക്കാൻ ലായ്ക്കല്ല. നിങ്ങൾ എന്നെ എന്ത് ചീത്ത വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരണം. 100-120 മൈൽ സ്പീഡിൽ നാരായണീയം വായിക്കലും ഭാഗവതം വായിക്കലും എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ നിർത്തുക. എന്നിട്ടോ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ആനന്ദിച്ചും കൊണ്ട് വായിക്കാൻ സാധിക്കണം. ആനന്ദിക്കണം വായിക്കണത്. അപ്പോൾ ഇവിടെ വ്യസനം, ആശ്ചര്യം, ആനന്ദം എന്നുള്ള ഭാവങ്ങൾ എന്താണ്? ആ വ്യസനം ടു സ്റ്റാർട്ട് വിത്ത് അഹങ്കാരം, അതായത് അജ്ഞാനത്തിന് തന്നെ അഹങ്കാരം എന്ന് അവിടെ പറയാം. പിന്നെ ആശ്ചര്യമായി മനസ്സിലായപ്പോൾ ആനന്ദമായി എന്നീ ഭാവങ്ങൾ നിമിത്തം എല്ലാവരും മൗനം പൂണ്ടിരുന്നു. അടുത്ത ശ്ലോകം 46. തത്ര ദുന്ദുഭയോ നേതുർദേവമാനവവാദിതാം സസംസുസ്വാധവോ രാജ്ഞാം ഘാത് പേതു പുഷ്പവൃഷ്ടയാ. പുഷ്പവൃഷ്ടി ഉണ്ടായിന്ന എപ്പോൾ? ഭീഷ്മര് ദേഹത്യാഗം ചെയ്തു. അപ്പോൾ ഈ ഭീഷ്മർ ആരാ? അഷ്ടവസുക്കളിൽ ഒരാളാണ്. അഷ്ടവസുക്കളിൽ ഒരാൾ. അപ്പോൾ ഈ അഷ്ടവസുക്കൾക്കൊക്കെ ഒരു ശാപമുണ്ടായി. ഭൂമിയിൽ പോയി ജീവിക്കണം, ബർത്ത് എടുക്കണം. 7 ആളും ആ ജനിച്ചാൽ മതിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 8ാമത്തെ ആൾ ജീവിത സന്ധാരണം നടത്തണം എന്നാണ് ശാപം. അതുകൊണ്ടാണ് ഭീഷ്മർ ദീർഘമായ ആയുസ്സിൻ്റെ ഉടമയായിട്ട് പാണ്ഡവരുടെയും കൗരവന്മാരുടെയും ഇടയിൽ തീ തിന്നിട്ടാണ് ജീവിച്ചത് അദ്ദേഹം. തീ തിന്ന എന്ന് പറഞ്ഞെന്താ? കൗരവരോടുള്ള കൂറ് കാരണം പാണ്ഡവപക്ഷത്തുള്ള ധർമ്മത്തിനെ പുകഴ്ത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതൊക്കെ ഗുണപാഠങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾക്കും ചിലപ്പോൾ ഭീഷ്മാവസ്ഥ വരും. അപ്പോൾ നമ്മൾ ആരാവണം? ഭീഷ്മർക്ക് പറ്റിയ തെറ്റ് നമുക്ക് പറ്റാൻ പാടില്ല. ധർമ്മത്തിന് നേരെ കണ്ണടയ്ക്കരുത്. മനസ്സിലായില്ലേ? തത്ര ദുന്ദുഭയോ നേതുർദേവമാനവവാദിതാ സസംസുസാധവോ രാജ്ഞാം ഘാത് പേതു പുഷ്പവൃഷ്ടയാം. അതിൻ്റെ വാക്കർത്ഥം പറയാം. ദേവന്മാരാലും മനുഷ്യരാലും വാദിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ കൊട്ടുക, പിന്നെ വീണവാദനം എന്ന് പറയും.
ചണ്ഡവാദനം തായമ്പയ്ക്ക്. അപ്പോൾ ദേവന്മാരാലും മനുഷ്യരാലും വാദിക്കപ്പെട്ട ദുന്ദുഭികൾ വാദ്യോപകരണം അവിടെ ശബ്ദിച്ചു. രാജാക്കന്മാരുടെ മധ്യത്തിൽ സജ്ജനങ്ങൾ പ്രശംസിച്ചു. സജ്ജനങ്ങളെ പ്രശംസിക്കുള്ളൂ, പ്രശംസിച്ചു. ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടികൾ ഉണ്ടായി, വീണു, പുഷ്പങ്ങൾ വീണു. അങ്ങനെയാണ് ഭാവാർത്ഥം. അപ്പോൾ അവിടെ ദേവന്മാർ ആകാശത്തിലും മനുഷ്യർ ഭൂമിയിലും, ദേവന്മാർ ആകാശത്തിൽ, മനുഷ്യർ ഭൂമിയിലും വാദ്യങ്ങൾ മുഴക്കി. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ബ്രഹ്മജ്ഞാനികളായിരുന്നവർ ഭീഷ്മരുടെ ശരീരത്യാഗ മഹിമയെപ്പറ്റി പ്രശംസിച്ചു. പരോക്ഷയോ ഇതാത്ത ചിരിച്ചുണ്ടോ? കൗരവപക്ഷത്ത് 11 അക്ഷൗണിപ്പട ഉണ്ടായിട്ടും എന്തുകൊണ്ട് 7 അക്ഷൗണിപ്പടയുള്ള പാണ്ഡവന്മാരിൽ നിന്ന് പരാജയഭീതി ഉണ്ടായി? അവരധർമ്മികളായിരുന്നു എന്നർത്ഥം. അപ്പോൾ ആ അധർമ്മികൾക്ക് ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആരാ? ബ്രഹ്മജ്ഞാനികളെന്നാണ് പറഞ്ഞത്. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരും ബ്രഹ്മജ്ഞാനികളല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ബ്രഹ്മജ്ഞാനികളായിരുന്നവർ ഭീഷ്മരുടെ ശരീരത്യാഗ മഹിമയെപ്പറ്റി പ്രശംസിച്ചു. ആകാശത്തിൽ നിന്ന് പുഷ്പവർഷം ഭൂമിയിൽ വീണു. ഇനി 47-ാമത്തെ ശ്ലോകം. തസ്യ നിർഹരണാദീനി സംഭരേതസ്യ ഭാർഗവ യുധിഷ്ഠിര കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ അഭവത്. തസ്യ നിർഹരണാദീനി സംഭരേതസ്യ ഭാർഗവ യുധിഷ്ഠിര കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ അഭവത്. പരലോകത്തെ പ്രാപിച്ചിരിക്കുന്ന അവൻ്റെ, ഭീഷ്മരുടെ നർത്ഥം, സംസ്കാരാദി കർമ്മങ്ങളെ ഹേ ശൗനക ധർമ്മപുത്രർ ചെയ്യിച്ചിട്ട് അല്പനേരം ദുഃഖമുള്ളവനായി ഭവിച്ചു. അത് സ്വാഭാവികമാണ്, അല്പനേരം. അപ്പോൾ ഒരു മരണ വീട്ടിൽ അല്പനേരം ദുഃഖം, പിന്നെ മോങ്ങരുത്, അതൊരു കുടപാടായിട്ട് എടുക്കുക. അവനൊരു വീട്ടിലാണെങ്കിലും ശരി, സംഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? സംഭവിച്ചു. നമ്മളാരും ആരുടെയും സ്വന്തമല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവില്ല. എന്താ ഞാൻ ദുഷ്ടനല്ല കേട്ടോ. നിങ്ങൾക്ക് ദുഷ്ടത പറഞ്ഞു തരലല്ല എൻ്റെ ജോലി. ഐ ആം സോ സോബർ. ഞാൻ സോബർ ആൻഡ് ഹ്യൂമാനിറ്റി അതാണ് സത്യത്തിൽ. പക്ഷേ എനിക്ക് സത്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായാലും നമ്മളെ പിടിച്ചു നിൽക്കണം. എന്തിന്? സത്യത്തിന് വഴങ്ങണം. ഈശ്വരൻ്റെ പരീക്ഷയിൽ നമ്മൾ വിജയിക്കണം. ഈശ്വരൻ ചിലപ്പോൾ ഇഷ്ടജനങ്ങളൊക്കെ നമ്മളെ സവിധത്തിൽ നിന്ന് പിരിച്ചെടുക്കും. അത് അദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. അദ്ദേഹം എല്ലാവരും സാക്ഷിയാണ്. ഓരോ ജീവന്മാരുടെയും സംസ്കാരം, അവർ കൊണ്ടുവന്നിട്ടുള്ള പാപപുണ്യങ്ങൾ, അവർ എന്തിനു വേണ്ടി ജീവിച്ചു, അത് കഴിഞ്ഞാൽ അവർക്ക് പോവാതെണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മ വരണം. മഹാഭാരതത്തിൽ സുഭദ്രയുടെ മകനായിരിക്കുന്ന എന്താണെന്നാ പറയുക, അഭിമന്യുവിന് മരണം ഉണ്ടായി. 18 വയസ്സായിട്ടില്ല, 18-ാം വയസ്സായിട്ടില്ല. എന്താ ശ്രീകൃഷ്ണൻ വിചാരിച്ചാൽ നടക്കില്ലേ? അങ്ങനെയല്ല. ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ആ മഹാഭാരതത്തിലത്തെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഞാനും നിങ്ങളൊക്കെ. അപ്പോൾ നമുക്കൊരു ശിരോലിഖിതമുണ്ട്. ആ ശിരോലിഖിതത്തിനെ നമ്മൾ ഓരോരുത്തരും പരസ്പരം ബഹുമാനിക്കുക. ഭാര്യ ഭർത്താവിൻ്റെ, ഭർത്താവ് ഭാര്യയുടെ, അച്ഛനമ്മമാരുടെ മക്കളുടേത് അച്ഛനമ്മമാരൊക്കെ സ്വീകരിക്കണം. എന്നാ രക്ഷയുണ്ട്. അപ്പോൾ ഹേ ശൗനക, ധർമ്മപുത്രർ ചെയ്യിപ്പിച്ചിട്ട് അല്പനേരം ദുഃഖമുള്ളതായി ഭവിച്ചു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വളരെ സിമ്പിളാണ്. ഹേ ശൗനകമുനെ, അതാണ് ഈ ഭാർഗവ എന്നുള്ളത്. ശൗനകമുനെ
സ്വർഗംഗതനായ ഭീഷ്മരുടെ ശവസംസ്കാരാദി കർമ്മങ്ങളെ ധർമ്മപുത്രർ ചെയ്യിച്ചു. അല്പനേരം ദുഃഖിതനായിട്ടിരുന്നു. അത്രയേ ഉള്ളൂ. 48ാമത്തെ ശ്ലോകം. തുഷ്ടുവുർമുനയോ ഹൃഷ്ട കൃഷ്ണം തം ഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയയു പുനാം. തുഷ്ടുവുർമുനയോ ഹൃഷ്ട കൃഷ്ണം തദ്ഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയയു പുന. സന്തോഷിച്ച മുനിമാർ. എന്താ മുനിമാർക്ക് എന്താ സന്തോഷം? ഒരാൾക്ക് മരണം സ്വാഭാവികമായിട്ടുള്ള മനുഷ്യന് ഉത്തരായനത്തിൽ സ്വച്ഛന്ത മൃത്യു അനുഭവിക്കാനുള്ള വരം വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ള തപസ്സിൻ്റെ വൈഭവം എന്താ? എന്തുകൊണ്ട് ആരുടേന്നാണ് അദ്ദേഹം വരം വാങ്ങിയത്? സ്വന്തം അച്ഛൻ്റേന്ന്, ശന്തനു മഹാരാജാവിൽ നിന്ന്. ശന്തനു മഹാരാജാവ് വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുപ്പിച്ചതാരാ? മകൻ ഭീഷ്മര. ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതം കൂറും. ആ അത്ഭുതത്തിനെ നിങ്ങൾ പിടിപ്പുകേടായിട്ട് മാറ്റാതെ കണ്ട് ഭക്തിയായിട്ട് മാറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓ, കൃഷ്ണൻ 16,008 ഭാര്യമാരുടെ ഭർത്താവ്. നോ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിഗമിച്ചാൽ അവരെ ഇസ്പേഡ് ഏഴാങ്കൂലിയായിട്ട് തിരസ്കരിക്കപ്പെടും ജീവിതത്തിൽ. കാരണം എന്താ? ഭക്തിയാണ് വേണ്ടത്. ഭക്തി. അവിടെയാണ് ഈശ്വരനെ അനുമോദിക്കാം, അനുകരിക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സന്തോഷിച്ച മുനിമാർ കൃഷ്ണനെ അവൻ്റെ രഹസ്യനാമങ്ങൾ കൊണ്ട്. ഏതേ രഹസ്യനാമങ്ങൾ? സഹസ്രനാമം എന്ന് പറഞ്ഞാൽ 1000 നാമങ്ങളെന്ന് മാത്രമല്ല, രഹസ്യനാമങ്ങളെന്നാണ്. എന്തിനാ രഹസ്യം? അതിൻ്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഫലം നമുക്കുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഫോർ യുവർ ഇൻഫർമേഷൻ, ഞാൻ വിഷ്ണു സഹസ്രനാമത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദർ ഇൻ ദി പ്ലേലിസ്റ്റ്. സമയമുള്ളവർക്ക് നോക്കാം. അതിന് വേറെ സബ്സ്ക്രിപ്ഷൻ ഒന്നും വേണ്ട. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളമായി. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണരുത്. അത് ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ നിങ്ങളിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് വിഭവമായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു കമൻ്റ് എഴുതുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇന്ന ആൾ കണ്ടു. ഓക്കെ, അത്രയേ ഉള്ളൂ. നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു നയ പൈസ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ടേന്ന്. എൻ്റെ കയ്യിൽ എനിക്ക് ഉള്ളത് ഭഗവാൻ തരുന്നുണ്ട്. ഭഗവാൻ എൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിലില്ല. എന്താ അത്? ശാന്തിയും സമാധാനം. ഇൻ ജനറൽ കേട്ടോ, എന്നെക്കാളും ശാന്തിയും സമാധാനം ഉള്ളവരുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാനൊരു പടി മുന്നേ, അതെനിക്കറിയാം, ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്ക് 3000 പ്രഭാഷണങ്ങളില്ല എന്നുള്ളത്. ഞാൻ നിങ്ങളെ വാശി പിടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്യണം. പറഞ്ഞേ. അപ്പോൾ അവൻ്റെ രഹസ്യനാമങ്ങൾ കൊണ്ട് സ്തുതിച്ചു. അനന്തരം കൃഷ്ണനിൽ ഹൃദയത്തോടു കൂടിയ അവർ പിന്നെ അവരവരുടെ ആശ്രമങ്ങളെ പ്രയാണം ചെയ്തു. അവരവരുടെ വാസസ്ഥാനത്തേക്ക് അവർ പോയി. ഇനി അതിൻ്റെ ഭാവാർത്ഥം കൂടി വായിച്ചിട്ട് ജനഗണമന പാടാട്ടുക. മുനിമാർ സന്തോഷിച്ച ശ്രീകൃഷ്ണൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന നാമങ്ങളെ കീർത്തനം ചെയ്ത് സ്തുതിച്ചു. ഭഗവാന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന ഇപ്പം കേശവൻ, കേശിയെ വധിച്ചവൻ, അതാണ് എൻ്റെ ശരിക്കുള്ള അർത്ഥം. ഗോപികാകൃഷ്ണ, ഗോപികമാരുടെ കൃഷ്ണനാണ്. കാരണം എന്താ? അവർ നിസ്വാർത്ഥ സേവകന്മാരാണ് ഭഗവാന്റെ. സ്വാർത്ഥത ഇല്ലാത്തവരാണ്. ക്യൂവിൽ നിന്ന് ഭഗവാനെ തൊഴുന്നവരൊക്കെ സ്വാർത്ഥലാഭികളാണ്. കാരണം എന്താ? എന്തോ പെറ്റീഷൻ കയ്യിൽ വെച്ചിട്ടാണ് നിൽക്കുന്നവർ. എനിക്ക് അവരോട് പുച്ഛമുണ്ട്. കാരണം എന്താ? ഭാഗവതം പഠിക്കാതെ കണ്ട് ക്യൂ നിൽക്കണമെന്തിനാ? ഭാഗവതം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ ആജ്ഞാവർത്തിയായിട്ട് നമ്മുടെ അടുത്തുണ്ടാവുമല്ലോ. ഭഗവാൻ സർവവ്യാപിയാണ്, സർവജീവ ഗുഹാശയനാണെന്നുള്ള തത്വം നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കണില്ല? അപ്പോൾ മുനിമാർ സന്തോഷിച്ച് ശ്രീകൃഷ്ണൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന നാമങ്ങളെ കീർത്തനം ചെയ്ത് സ്തുതിച്ചു. പിന്നെ ശ്രീകൃഷ്ണ സ്മരണയോടുകൂടെ അവരവരുടെ ആശ്രമങ്ങളെ പ്രാപിച്ചു.
ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.